പഠിച്ചുപാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ സിനിമയിലെ ഒരു കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിനിമകളിൽ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഈ ക്രൈം അല്ലെങ്കിൽ വയലൻസ് ഒരുപാടുള്ള സിനിമകൾ ഒരുപാട് വിജയിക്കുന്നു എന്ന് കണ്ടുവരുന്നു. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ മനുഷ്യരുടെ ഇടയിൽ പകയും വൈരാഗ്യവും വിദ്വേഷവും ഒരുപാട് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെ ഈ സൗഹൃദം അല്ലെങ്കിൽ ക്ഷമ, സഹനശക്തി ഒക്കെ ആൾക്കാർക്ക് കുറച്ചുണ്ടായിരുന്നു. ഇപ്പം അത് ഈ സ്വാർത്ഥ താല്പര്യങ്ങളും എല്ലാവരും അവരവരുടെ നിലനിൽപ്പാണല്ലോ നോക്കുന്നത്. അപ്പം അത് പറ്റാതെ വരുമ്പോഴത്തേക്കിനും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റാത്ത വൈരാഗ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരാണ് നമ്മൾ. അപ്പം അത് സിനിമയിൽ കാണുമ്പോൾ ഒരാളെ തീർക്കുക, കുറേ ആൾക്കാരെ തീർക്കുക, രക്തച്ചൊരിച്ചിലുണ്ടാകുക, ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു പകയാണ്. അപ്പോൾ അത് സിനിമയിൽ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതായിരിക്കാം ഇങ്ങനെയുള്ള സിനിമകൾ വിജയിക്കാനുള്ള കാരണം. പണ്ടൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകളിൽ ഈ ഉടനീളം വില്ലൻ്റെ ക്രൂരതകളും പീഡനങ്ങളും അവരുടെ കുറ്റകൃത്യങ്ങളും ഒക്കെ സഹിച്ച് ഇങ്ങനെ അടികൊണ്ട് നായകൻ അവസാനം എണീറ്റ് പൊരുതുന്നു, വിജയിക്കുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും അവൻ തിരിച്ചടിക്കുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. തുടക്കം മുതലേ വില്ലനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരതകളും പൈശാചികതകളും വില്ലത്തരങ്ങളും ഒക്കെ ഉള്ള ഒരു നായകനായിരിക്കും. അവൻ ചിലപ്പം വില്ലനേക്കാളും കൂടുതൽ ആക്രമിച്ചെന്നിരിക്കും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയെന്നിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നായകൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മാസ് സിനിമകളെല്ലാം ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ പണ്ടത്തെ ഇപ്പോഴത്തെ ഈ മാസ് കളക്ഷൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളെല്ലാം ഇതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്ന സിനിമകളായിരിക്കും. മാസ് കില്ലിങ്സ് ഉള്ള സിനിമകളായിരിക്കും. ഫാമിലി ഡ്രാമയോ അല്ലെങ്കിൽ റൊമാൻസോ, ഒരു ലവ് സ്റ്റോറി വന്നിട്ട് എത്ര കാലങ്ങളായി. അപ്പം അതൊന്നും ഇപ്പം അധികം ഇല്ല. ഇപ്പം എല്ലാം ഇങ്ങനെയുള്ള മാസ് ആക്ഷൻ സിനിമകളാണ്. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല. മാർക്കോ ഈ അടുത്തിറങ്ങിയ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ, അദ്ദേഹം നായകനായിട്ട് നല്ല സ്റ്റൈലോടുകൂടി ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിനകത്തെ ആക്ഷൻസ് ഇപ്പം ഭയങ്കര ചർച്ചയാണ്, ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. വേറെ ഭാഷകളിലും ഒക്കെ ആൾക്കാരത് ചർച്ച ചെയ്യുന്നു, ഏറ്റുവാങ്ങിക്കഴിഞ്ഞ് ബോക്സ് ഓഫീസിൽ ഭയങ്കര കളക്ഷൻ. അപ്പം അതിലെ ഒരു സീനിനെ പറ്റിയാണ്. അതിനകത്ത് ഒരു സീനിൽ പ്രതിനായകൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പം പൊതുവെ ഈ ഹൃദയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓരോ അവയവം. അപ്പം ഹാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ മിടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജീവനുള്ളിടത്തോളം കാലം വരെ അങ്ങനെ തന്നെ നിൽക്കും. അതൊന്ന്. പിന്നെ ഈ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരുപാട് നാഡീ ഞരമ്പുകളുണ്ട്. അത് നമ്മൾ അയോർട്ട, കൊറോണറി ആർട്ടറി, പിന്നെ ബോഡിയിലേക്ക് പോകുന്ന എത്ര വെയിൻസും ആർട്ടറീസും ഉണ്ട്. അപ്പം അതെല്ലാം വളരെ കണക്റ്റഡായിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അതിനകത്ത് ഇങ്ങനെ വിളിച്ച് തിരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കണക്റ്റഡായിട്ടുള്ളത് കാരണം നമ്മളത് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടെയായിരിക്കും വരിക. ഇതിനകത്ത് കാണിക്കുന്നത് അത് ആ ഉള്ളിൽ തന്നെ ഇങ്ങനെ കറക്കി തിരിച്ച് അത് മുറിച്ചെടുക്കുന്നത്. അത് എന്ത് ഒരു വിശ്വാസമാണത്. ഓക്കെ, പോട്ടെ, അങ്ങനെ കറക്കി തിരിച്ച് അത് മുറിച്ചെടുത്തു, ഹാർട്ട് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ അത് ഒരു 5 മിനിറ്റോളമെങ്കിലും അത് മിടിക്കും. അതിനകത്തുനിന്ന് രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇതിനകത്ത് എങ്ങനെ കാണിക്കുന്നത്? ഒരു ഉണക്കമാങ്ങാണ്ടി
പിന്നെ അവൻ്റെ പോക്കറ്റിൻ്റെ അകത്തുനിന്ന് എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന പോലെ ആണത് കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ സയൻസ് നമ്മൾ കാണിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ വലിയ സ്കെയിലുള്ള സിനിമകൾക്ക് വലിയ റിസർച്ച് ഉണ്ടാവും, ഇവർ ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ എല്ലാ മേഖലകളിലും അത് വേണം. ഇപ്പം രക്തത്തിൻ്റെ കളർ അല്ലെങ്കിൽ അത് ക്ലോട്ട് ആകുമ്പോൾ അതിൻ്റെ എന്താണ് അവസ്ഥ, ആസിഡിൽ ഒരു ശരീരാവസ്ഥൻ്റെ പാർട്ട് വീഴുമ്പോൾ അതെങ്ങനെയാണ് അത് ദ്രവിച്ചു പോകുന്നത്, അതൊക്കെ അവർ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കാണിക്കുന്ന എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള റിസർച്ച് ആവശ്യമുണ്ടാവും. പ്രത്യേകിച്ചും ഹാർട്ട് പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ നടത്തുന്ന ഒരവയവം, അത് ചുമ്മാതെ ഈ കല്ല് വാരിയെടുത്ത് കൊടുക്കുന്നത് പോലെ എടുത്ത് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഒരു ഒരു അതിനകത്തൊരു എന്താ പറയുക, അരോചകത്വം, അത് ചേർച്ചക്കുറവുണ്ടാവും. അപ്പം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു ഭാഗത്തെ പറ്റിയാണ് എടുത്തു പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങളോട് നന്ദിയുണ്ട്. ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.